സാറേ, പ്രതികൾ പോലീസിനെ കാവൽ നിർത്തി മദ്യപിക്കുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച TP വധക്കേസിലെ പ്രതികളാണ് കൊടിസുനിയും മറ്റുമൊക്കെ അടങ്ങുന്ന സംഘം. തലശ്ശേരി കോടതിയിൽ പോയിട്ട് വരുന്ന വഴിയാണ് പ്രതികൾ മദ്യപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തലശ്ശേരി കോടതി പോയിട്ട് വരുന്നു, കണ്ണൂർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഗോവിന്ദച്ചാമി എന്ന ഒരു കൊടും ക്രിമിനലിൻ്റെ ജയിൽ ചാട്ടം. സാർ, ഇവിടെ എന്താണ് സാർ സംഭവിക്കുന്നത്? ഇതൊരു അത്ഭുതത്തോടെ കാണേണ്ട വാർത്തയല്ല. അത്ഭുതം വേണ്ട, ഒട്ടും വേണ്ട. ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതി അല്ലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ ചുറ്റുവട്ടങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊരു സ്വാഭാവിക സംഭവം മാത്രമാണ്. നീ എനിക്ക് വേണ്ടി കൊന്നാൽ, നീ എനിക്ക് വേണ്ടി തല്ലിക്കൊല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ നിൻ്റെ പ്രൊട്ടക്ഷൻ ഞാൻ ഏറ്റെടുക്കുന്നു. അതോടുകൂടി തന്നെ ഒരു കാര്യം കൂടെ കൊടുക്കും. ഞാൻ പറയുമ്പോൾ അല്ലാതെ മറ്റു എല്ലാവർക്കും വേണ്ടി കൊട്ടേഷൻ എടുക്കുന്നതിന് എനിക്ക് വിരോധമില്ല. സ്വർണ്ണക്കടത്തോ അതുപോലുള്ള കാര്യത്തിൽ നിനക്ക് കൊട്ടേഷൻ എടുക്കാം. നിനക്കുള്ള പ്രൊട്ടക്ഷൻ നിയമത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും സംരക്ഷണം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ PPDBക്ക് അങ്ങനെ ബാബുവിനെ ഇല്ലാതാക്കാൻ PPDB തന്നെയായിരിക്കില്ല, ഇല്ലാതാക്കാൻ സഹായിച്ച ആരാണ്? ആരെങ്കിലുമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ പ്രതികളായിരിക്കാം, പ്രശാന്തൊക്കെ ഉണ്ട്, ആരെങ്കിലും ആയിരിക്കാം സഹായിച്ചത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ? ഇവിടെ ആരാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്? പോലീസിൻ്റെ കാക്കിയിട്ട പോലീസുകാരെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. കാക്കയെ നിയന്ത്രിക്കുന്ന വെള്ളക്കുപ്പായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും തന്നെയാണ് ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അവരുടെ പേര് പറയുന്നുണ്ടോ? ഒറ്റ ചാനലിലെങ്കിലും പറയുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നല്ല പങ്കുണ്ട്. അപ്പോൾ ഇത് അവരുടെ പേര് പറയുന്നുണ്ടോ ആരെങ്കിലും? അത്രയ്ക്ക് മാത്രം അടിമകളായി മാറി നമ്മുടെ ചാനൽ റിപ്പോർട്ടേഴ്സ് വരെ. അവർക്കും പേടിയാണ് ഈ കൊട്ടേഷനെ, അവർക്കും പേടിയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമങ്ങൾക്ക് പേടി. അവരെന്താ തല്ലുകൊള്ളാൻ പോകുന്നത്? ഇതെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ? ഇത് ബ്രേക്കിംഗ് ന്യൂസ്. അതിനപ്പുറത്തേക്ക് തീർന്നു. ഇതിൻ്റെ ഫോളോ അപ്പ് എവിടെയുണ്ട്? ഇപ്പോൾ PPDBയുടെ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് എത്ര ചാനലിൽ ഒരു വാചകമെങ്കിലും ഒരു ദിവസം പറയുന്നുണ്ടോ? ഇല്ലാത്ത എന്താ? അത് കഴിഞ്ഞ് സുപ്രീം കോടതി തീർന്നു. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാമോ? ഇവിടം വരെയായ കേസ് ആർക്കെങ്കിലും അറിയാമോ? ഇപ്പോൾ ഈ 3 പേരെ സസ്പെൻഡ് ചെയ്യുന്നു. ഒരു 6 മാസം കഴിഞ്ഞ് ഇവരെവിടെയാണ് ആരെങ്കിലും അറിയുന്നുണ്ടോ? അല്ല, നമ്മുടെ മുമ്പിൽ നിന്നും നമുക്ക് വൈഷമ്യമുള്ള അല്ലെ നേതൃത്വത്തിന് ഭരണകൂടത്തിന് പ്രയാസമുള്ള അറിവുകളെ മൂടി വെച്ചിട്ട് നമ്മളെ വന്ധ്യംകരിക്കുക. അല്ല, ഈ സസ്പെൻഷന്റെ അപ്പുറം വേറെ ഒന്നും സംഭവിക്കില്ല. അല്ല, സസ്പെൻഷനൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ പിന്നെ ഈ മദ്യം ഒന്നും കഴിക്കത്തില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പിന്നെ ട്രാൻസ്ഫർ കൊടുക്കും. പ്രൊമോഷൻ മേടിച്ച് ട്രാൻസ്ഫർ കൊടുക്കും. അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം അവർക്കറിയാം. അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ പോലീസുകാർ അടിക്കുന്നത് കണ്ടോ? പിള്ളേർക്കെട്ടൊക്കെ ഭീകരമായിട്ട് അടിക്കുന്നത്. കാരണം എന്നാ? പിണറായി വിജയനെ TV കാണുന്നുണ്ട്, എടാ ഇവൻ കൊള്ളാം, KSUക്കാർ അടിക്കുന്ന ഇവനെ കൊള്ളാം, യൂത്ത് കോൺഗ്രസ്സുകാർ അടിക്കുന്ന ഇവനെ കൊള്ളാം എന്ന് പിണറായി വിജയന് തോന്നുവാണ്. ഇവനെ തന്നെ വേണം. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ കൺമുമ്പിൽ വെച്ച് തലതല്ലി പൊട്ടിക്കാനും പൂച്ചറ്റുകൊണ്ട് അപ്പോഴും പോലീസ് നോക്കുന്നത്. അവിടെ സംഭവിച്ചില്ലേ? അതുപോലെ ആലപ്പുഴയിൽ പോലീസ് ഇയാളുടെ സെക്യൂരിറ്റിക്കാർ തന്നെയല്ലേ ഇറങ്ങി തല്ലിയത്? രണ്ട് പയ്യന്മാരെ തല്ല. ഇപ്പോഴും പല സ്ത്രീകളായിട്ടുള്ള പ്രവർത്തകർക്കും വയ്യാതെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യിക്കുന്ന ക്രൂരമായ ഒരു മെഷീനറി. പക്ഷെ സാർ, അവിടെയും പ്രതിപക്ഷത്തിനൊക്കെ പരാജയമാണ് സാർ. ഭയങ്കര പരാജയമാണ്. അല്ല, പ്രതിപക്ഷത്തിന് പരാജയം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എളുപ്പവഴിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോടതി ഇപ്പോൾ ഗവർണറുടെ ഇതിനു വേണ്ടിയാണ് ആ വിഷയത്തിൽ പോയിരിക്കുന്നത്. ഗവർണർ പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാം, മുഖ്യമന്ത്രിക്കെതിരെ കേസ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു കോടതി. ഗവർണർ പെർമിഷൻ കൊടുക്കണ്ടേ? അതെ. അല്ലെ, ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേസിലേക്ക് ചിലപ്പോൾ വന്നു എന്ന് വരും. പക്ഷെ ആര് കേസിന് പോകും? VD സതീശൻ പോകും, രമേശ് ചെന്നിത്തല ആരാ പോകുന്നേ? ഇപ്പോഴത്തെ പ്രതിപക്ഷം അത്രയ്ക്ക് മാത്രം ദുർബലമാണ്. പക്ഷേ എങ്കിൽ പോലും ഇവരുടെ ദൗർബല്യം പിണറായിയോടുള്ള പകയായിട്ട് ഒത്തിരി മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാരുടെ മനസ്സിലേക്ക് പിണറായിയുടെ പേര് വരുമ്പോൾ തന്നെ ഒരു അലർജിയാണ്. ഈ അലർജി ഇയാളെ കൊണ്ട് പിണറായിയോട് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. മനസ്സിലാക്കാനുള്ള കഴിവില്ല അദ്ദേഹത്തിന്. അല്ല, അത് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. പാർട്ടി കമ്മിറ്റി വയസ്സായ ഒരു മനുഷ്യനെ ഈ കേരളം പോലുള്ള സ്ഥലത്ത് 2 പ്രാവശ്യം ഭരിച്ച് രാഷ്ട്രീയപരമായിട്ട് ഇത്രയും ബുദ്ധിയുള്ള ഒരു മനുഷ്യനില്ല. അച്യുതാനന്ദനെ പാർട്ടി കമ്മിറ്റി വിളിച്ചൊരു മൂത്രം ഒഴിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ചിന്താകാരം ഉൾപ്പെടെയുള്ള ഒരു മൂത്രം ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മാത്രം പീഡിപ്പിക്കാൻ പറ്റിയെങ്കിൽ പിണറായി വിജയനെ ഇറക്കിയെടുത്താൻ ഈ കമ്മിറ്റിക്ക് പറ്റിയല്ലേ? അതൊന്നും സാർ നോക്കണ്ട. എന്തുകൊണ്ട് അതിനുള്ള ആംബിയർ ഒന്നും ഇപ്പോൾ ഉള്ള ഒരാൾക്കും ഇല്ല. അച്യുതാനന്ദനെ നിലക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ നിലക്ക് നിർത്താൻ പറ്റും. ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാകണം. അല്ല, അതിനകത്ത് അങ്ങനെയുള്ള ആംബിയറുള്ള ആരും ഇല്ല. എന്തുകൊണ്ട്? അന്നുണ്ടായിരുന്നു. അച്യുതാനന്ദനെതിരായിട്ടുണ്ടായിരുന്നു, പിണറായി ഉണ്ടായിരുന്നു, കോടിയേരി ഉണ്ടായിരുന്നു, ജയരാജന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് വന്നു. സാർ, നമ്മളെ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ ഈ പറയുന്ന രീതിയിൽ മദ്യവും സംഘവും ഒക്കെ എന്നൊക്കെ പറയുന്ന കണ്ണൂരായതുകൊണ്ട് തന്നെ നടന്നതാണ് അല്ലേ? കണ്ണൂരായതുകൊണ്ടല്ലേ ഇവിടെ നടക്കും. കേരള സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് അവിടെ നടക്കില്ലേ? സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവച്ച സാധനമല്ലേ കത്തിച്ച് ദൂരെ കളഞ്ഞ തെളിവുകൾ.
ആരെ പിടിക്കാനുള്ള? സെക്രട്ടേറിയറ്റ് ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടെന്നിരിക്കുക, സബ് ഇൻസ്പെക്ടറും കുറേ അവിടെ ഇത് നടക്കും. അല്ല, യൂണിവേഴ്സിറ്റി പോലീസുകാരനായത് യൂണിവേഴ്സിറ്റി സമരത്തിനിടയ്ക്ക് SFI സമരം പോലീസിൻ്റെ പെരുമാറ്റം ഉണ്ടായിരുന്നു. അതേ അവിടെ മധ്യ അവർക്ക് പിള്ളേർക്ക് വേണ്ടായിരുന്നു, പരസ്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചൊരു സന്ധ്യ കഴിഞ്ഞൊക്കെയാണ് സമരമാണ് കൊടുത്തത്. സന്ധ്യ കഴിഞ്ഞുള്ള സമരങ്ങളാണ് ഇവർ കൊണ്ട് കൊടുത്തേനെ, എന്നാ വേണിച്ച് കൊടുത്തേനെ. പാർശ്വ പറയുക, ഇത് ആ പെങ്കൊച്ചിനെ കൊണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ചിലപ്പോൾ ഏഴും ഇവിടെ പിടിച്ചുകൊണ്ട് കൊടുക്കാൻ തയ്യാറുള്ള പോലീസുകാരുണ്ട്. കാരണം അവർക്ക് നാളെ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളാണ് ഇവർക്ക് പ്രശ്നം. പക്ഷേ ഇത് ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് തെറിക്കാൻ പോകുന്നു. ഇലക്ഷനിൽ കൂടിയോ പാർട്ടി നടപടി കൂടിയോ എങ്ങനെയെങ്കിലും ഒരു സൂചന ഇപ്പം തന്നെ ചില എന്താ പറയുന്നത് ഷോക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് താഴെത്തട്ടിലെത്തുമ്പോൾ പോലീസ് ആദ്യം അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്ന പോലീസുകാരാണ്. ഒരു മടിയില്ലാതെ ഇന്ന് ആരെയൊക്കെ തല്ലാൻ കൂട്ടുമെന്നോ മറുവശത്ത് ഇന്ന് അപ്പുറത്തെല്ലാം കൂട്ടും. അതാണ് പോലീസ്. ഇവിടെ ഇന്ന് കാണിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് ഒരു ധിക്കാരല്ലേ ശരിക്കും. ഇത് കാണുമെന്നറിയാം, നാട്ടുകാരറിയുമെന്നറിയാം, എന്നിട്ടും പ്രതിഷേധം ഇല്ലാതെ അവർക്കിത് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റണമെങ്കിൽ ചെറിയ ധൈര്യമൊന്നുമല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്. ചെറിയ ആൾക്കാർ അവിടുത്തെ ജയിലിലൊരു വാർഡനല്ല ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരെ നിയന്ത്രിക്കുന്നവരാണ്. അല്ല അത്ര പരസ്യമായിട്ട് അവർ ചെയ്യില്ല. ഇന്ന നാളെ ഞാനോ നിങ്ങളോ ഒരു വൈൻ്റെ വല്ലൊരു പെങ്കോ ഒരു കുപ്പിയും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെല്ലുക, ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചോട്ടെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും കഴിക്കാൻ സമ്മതിക്കുക. അല്ലെ പറയുന്നത് പുറത്തൊരു മുറിയുണ്ട്, പുറകിലൊരു മുറിയുണ്ട്, ആരും കാണാതെ അവിടെ പോയിരുന്ന് കഴിച്ചോളാൻ പറയും. ഒരു ഉത്തരവാദിത്വമില്ല അവർക്ക്. നിങ്ങൾക്കൊന്ന് കഴിക്കാമോ? ആലോചിച്ച് നോക്കുക. ഇതെന്തുകൊണ്ട് അങ്ങനെ അത്രയും പരസ്യമായിട്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ ജയിൽ ഉപദേശക സമിതിക്ക് പിന്നെ എന്തിനാണ് അവിടെ നമ്മൾ കാണേണ്ടത്? പിണറായി വിജയനെ മാക്സിമം നാറ്റിക്കുക എന്നുള്ള ഉദ്ദേശമുള്ള ഒരു വിഭാഗം CPM തന്നെ ഉണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിയന്ത്രണങ്ങളുണ്ട്. അല്ല സാർ, ഇത് സാറ് പോലീസ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചു പറഞ്ഞൂടെ? അതായത് ഒരു ഭരണം തീരാറാവുമ്പോൾ, ഒരു ഭരണം കഴിയാറാവുമ്പോൾ പോലീസ് എന്ന് പറയുന്നതാണല്ലോ സർക്കാർ. അപ്പോൾ പോലീസ് മനഃപൂർവ്വം ഇങ്ങനെ ഒരു കുറെ ചെയ്തികൾ ചെയ്യുന്നതെന്നൂടെ പറഞ്ഞൂടെ? അല്ല, അത് അങ്ങനെ വേണമെങ്കിൽ പറയാം, ഇമേജിനെ ബാധിക്കാൻ ഇല്ല. മറിച്ചുണ്ട് പോലീസ് ഇങ്ങനെ ചെയ്യുമ്പോൾ പോലീസിന് വേണമെങ്കിൽ അടി കൊടുക്കുകയും ചെയ്യാൻ അവർക്ക് കിട്ടും. ഇവരോട് ദേഷ്യം ഉണ്ടെങ്കിൽ, പിണറായിയോട് ദേഷ്യമുണ്ടെങ്കിൽ പിണറായിയുടെ ഈ ആൾക്കാർക്ക് അടി കൊടുക്കാനും പറ്റിയ അവസരമില്ലേ? ആരെങ്കിലും ഉണ്ടോ? അല്ല, ഈ വിഷയം മാത്രമല്ല, നിരവധി കേസ് ഇതേപോലെ സിമിലറായിട്ടുള്ള ഒത്തിരി വിഷയം. ഇങ്ങനെ ഭരണം തീരാറാവുമ്പോൾ പോലീസ് കയറൂരി വിട്ടതുപോലത്തെ രീതിയിലേക്കൊക്കെ പോകുന്നത് മനഃപൂർവ്വം അവർ ചെയ്യുന്നതല്ലേ? മനഃപൂർവ്വം അവർക്ക് ഇനിയിപ്പോൾ എല്ലാവരുടെയും പേടി വേണം. ഇനി ഒരു CPM കാരെ തല്ലാൻ തുടങ്ങും. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ CPM കാരെ കുറച്ച് അടിക്കാൻ തുടങ്ങും. ഉറപ്പാണ്. ഇവിടുത്തെ തമ്മിൽ തീർന്ന് കിട്ടിയാൽ. അല്ല, ഇവർക്ക് ഇന്റലിജൻസിന്റെ ഒക്കെ റിപ്പോർട്ട് കിട്ടില്ല അടുത്ത ആരായിരിക്കും ഭരണത്തിൽ വരണം എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഇപ്പോഴത്തെ സ്ഥിതി സത്യം പറയാൻ പോയാൽ ആ പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ഗതി അധോഗതിയാണ്. നമ്മളൊരു രാജാവിൻ്റെ കഥ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു ജ്യോത്സ്യൻ കേട്ടിട്ടുണ്ടോ കഥ? അതായത് ജ്യോത്സ്യൻ ചെന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ ജാതകം നോക്കി, രാജാവിൻ്റെ ഉടനെ പറഞ്ഞു, നിങ്ങളുടെ ആയുസ് തീരാറായി, നിങ്ങൾ 2-3 മാസം കൂടി കാണുള്ളൂ എന്ന് പറഞ്ഞപ്പം രാജാവ് പറഞ്ഞു, ഇവൻ്റെ തല വെട്ടാനാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ജ്യോത്സ്യൻ്റെ തല വെട്ടിക്കളയത്, സത്യം പറഞ്ഞവൻ്റെ തല വെട്ടിക്കളയത്. അത് കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു ജ്യോത്സ്യനെ വരുത്തി. അയാളെല്ലാം നോക്കിയിട്ട് മക്കളുടെ കുടുംബത്തിനെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, താങ്കളുടെ മകന് രാജകുമാരന് സ്ഥാനാരോഹണത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ സത്യം പറയുന്നത് തന്നെ 2 തരത്തിലുണ്ട്. ഇനി ആ വളഞ്ഞ വഴി സത്യം പറയാൻ തയ്യാറാകുന്ന ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടോന്ന് CPI-കാർ ഇടയ്ക്ക് പറയാൻ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് വളഞ്ഞ വഴി ഇപ്പൊ അവരുടെ സമ്മേളനത്തിലൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഈ പിണറായി വിജയൻ്റെ സത്യം പറഞ്ഞാൽ അവൻ്റെ തല പോകാം, ഉറപ്പായിട്ട് പോകാം. ഈയുടെ തുടക്കം ഒന്ന് ആലോചിക്കുക. അത് ഏത് സ്റ്റേജിൽ നിന്നാണ് പിണറായി വിജയൻ ഇങ്ങനെ പോലീസിൻ്റെയും പോലീസ് പറഞ്ഞ ഗുണ്ടകളുടെ അടിമയായത്? പോലീസിനെയും ഗുണ്ടകളുടെ അടിമയാക്കി. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അതെങ്ങനെ സഹിച്ചേ? എപ്പോഴാണ് എന്ന് തുടങ്ങി? ആദ്യം ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരറിയോ? ജേക്കബ് തോമസിനെയും ഋഷിരാജ് സിംഗിനെയൊക്കെയാണ് അത് അപ്പോയിൻ്റ് ചെയ്തത്. അതായത് ഒരു മാഗസിനിൽ ഞാൻ എഴുതി, നല്ല ലക്ഷണമാണ് ജേക്കബ് തോമസിനെയൊക്കെ അപ്പോയിൻ്റ് ചെയ്ത് പിണറായി വിജയൻ ശരിയുടെ പാതയിലേക്ക് എത്തുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരെയൊക്കെ എവിടെ പോയി ഇപ്പം? പിന്നീട് പിണറായി വിജയൻ്റെ പെടലേക്ക് പിടിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ആരോ ഉണ്ടായിട്ടുണ്ട് ഈ കൂട്ടത്തിൽ, തോന്നുന്നുണ്ടോ? ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിയാതെയെന്നും ഈ പറയുന്ന രീതിയിലുള്ള നാടകങ്ങൾ അല്ലല്ല. പിണറായി വിജയൻ അങ്ങനെയാണ് ജേക്കബ് തോമസിനെ ഋഷിരാജ് സിംഗിനെ നിയമിക്കുകയായിരുന്നു അന്ന്. ആദ്യത്തെ ഭരണകാലം അത് നിയമിച്ചിട്ട് അവിടുന്ന് പിണറായി വിജയൻ എപ്പോൾ പുറകോട്ട് പോയി? അത് 2ാം ഭരണം പരാജയമല്ലേ? അല്ല, അത് ആരെ ഒരു പെടലേക്ക് പിടിച്ചതെന്ന് പിണറായി വിജയൻ്റെ
പിണറായി വിജയൻ ചെയ്യാൻ തയ്യാറായാണല്ലോ മറ്റൊരു വയ്ക്കാൻ. റിയാസാണോ പിടിച്ചത്? അറിയണം. അതോ ശശിയാണോ പിടിച്ചത്? ശിവശങ്കരനാണോ പിടിച്ചത്? അത്ര ധാർഷ്ട്യത്തോടെ. അപ്പം ഇതിൽ നിന്ന് ഈ ഒരു മുഖ്യമന്ത്രി ശിവശങ്കരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ടോയ്ലറ്റ് പേപ്പറിൽ എഴുതിയിട്ട് എന്തെഴുതി കൊടുത്താലും മുഖ്യമന്ത്രി ഒപ്പിടുമെന്ന് പറഞ്ഞു. ആ മുഖ്യമന്ത്രി ഏത് പോലീസുകാരൻ പേടിക്കും? എന്തു പറഞ്ഞാൽ ആകെപ്പാടെ ഇവരെ സസ്പെൻഡ് ചെയ്യാം. ശബരിമല ട്രാക്ടറും കൊണ്ട് പോയതിന് ട്രാക്ടറിൻ്റെ ലൈസൻസ്, ട്രാക്ടറെ വേണേൽ സസ്പെൻഡ് ചെയ്യും, അതിൻ്റെ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യും. കുറ്റവാളിക്കെതിരായിട്ട് നടപടിയില്ല. എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ അജിത് കുമാർ ഇഷ്ടപ്പെടുന്ന എക്സൈസ് ആയിരിക്കും. അതിന് പറയുന്ന ഭാഷ ഇപ്പോൾ ഈ ഉദാഹരണത്തിന് അജിത് കുമാറിന് എന്തെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഈ കേസിൽ എക്സൈസിന് നടപടിയെടുക്കാം. എക്സൈസിന് നടപടിയെടുക്കാവുന്നൊരു കേസത്. അനധികൃതമായ സ്ഥലത്ത് വെച്ച് പബ്ലിക്കായിട്ട് മദ്യപാനം, 2 ഹോട്ടലിൽ, ഈ ഹോട്ടലുകാർക്കെതിരായിട്ട് നടപടിയെടുക്കാം. എന്ത് എക്സൈസ് തയ്യാറാവുമോ? അജിത് കുമാർ ഇപ്പോൾ അയാളല്ലേ ഉള്ളി, അയാൾ തയ്യാറാവുമോ? അയാൾ മിടുക്കനാണ്, ആൾ ആത്മാർത്ഥതയുണ്ട്, RSSൻ്റെ മോഡിയുടെയൊക്കെ ആളാണെങ്കിൽ ആ ധൈര്യമായിക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുമോ? കാത്തിരിക്കുക. എക്സൈസ് നടപടിയെടുത്ത് പിന്നെ മൊത്തം അകത്തിലാവല്ലോ. ആരാണ് ഇവനെ റിലീസ് ചെയ്തത്? അതുപോലെ ആ കൂട്ടത്തിൽ ഒരു രഹസ്യങ്ങളിങ്ങനെ ഓരോ അതിൻ്റെ പുറത്ത് വരിക. 10-80 ദിവസവും 2 മാസത്തിനും 3 മാസത്തിനിടയ്ക്ക് പരോള് കിട്ടി. വായിച്ചായിരുന്ന വാർത്ത. എത്ര ദിവസം അവർക്ക് പരോള് കിട്ടി? ആരാ ചോദിക്കാനുള്ളത്? കോടതി കാണുന്നില്ലേ? സ്വമേധയാ കേസെടുക്കാൻ വഴി സൈഡിൽ നിന്ന് തീർത്ത് വിളിച്ച് അവൻ്റെ പേര് കേസാണ്. അതെ, ഈ വാർത്തയൊന്നും കോടതി കാണുന്നില്ലേ? അപ്പോൾ അവിടെ പോലും ലാവലിൻ കേസിൽ പിണറായിയെ സഹായിക്കുന്ന പോലത്തെ ശക്തികൾ ഇത്തരം കേസുകളിലും പിണറായിയെ സഹായിക്കാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇത് ചില നാശത്തിൻ്റെ തുടക്കം എന്ന് വേണേൽ പറയാം. ഇത് നശിക്കാൻ പോവാണ്, മൊത്തം നശിക്കാൻ പോവാണ്. അതിൻ്റെ തുടക്കം തന്നെയാണിത്. ബംഗാളിനേക്കാൾ ദയനീയമായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവും. അല്ല സാർ, ഈ ജയിൽ ഉപദേശക സമിതിക്ക് പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ കണ്ട ക്രിമിനലുകളൊക്കെ സാർ? അത് അല്ല, അതിൻ്റെ ജയിൽ ഉപദേശം ഒരു വകുപ്പുണ്ട്. ജയിൽ പുള്ളികളുടെ മറ്റു രീതിയിൽ പീഡിപ്പിക്കപ്പെടാതെ അവരുടെ ആരോഗ്യം നോക്കുക, അവരുടെ വെൽനസ് നോക്കുക, അവരുടെ വിദ്യാഭ്യാസത്തെ കൂടെ ബോധവൽക്കരിക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ഉപദേശത്തിൻ്റെ ചുമതലപ്പെട്ടതാണ്. ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആ രീതിയിലാണ് വ്യാഖ്യാനക്കെങ്കിൽ സെൻകുമാർ അടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന കാര്യങ്ങളൊക്കെ ജയിലിൽ ചെയ്യണം എന്ന് പറഞ്ഞ് നൽകിയ ഡയറക്റ്റീവ് ഉണ്ട്. ആ റിപ്പോർട്ട് പോലും ഒന്നും നടപ്പാക്കി. അല്ല, ആരുടെ റിപ്പോർട്ട്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും എത്ര കോടി തൊളിച്ചു നമ്മുടെ. പിന്നെ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കില്ലേ? ഇന്നലെ മറ്റേ അടൂരിൻ്റെ പ്രസ്താവന വന്നപ്പോൾ അത് വീണ്ടും ചർച്ചയായില്ലേ? സത്യസന്ധമായിട്ട് കാര്യം ചെയ്യേണ്ട ആരും ആവശ്യമില്ല. അപ്പോൾ സാറ് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ സാർ അതുപോലെ ഒരു ചെറിയ ഹോട്ടലിലല്ല പോയിരിക്കുന്നത്, വലിയൊരു ഹോട്ടലിലാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അല്ല, അവിടെ കണ്ണൂർ തന്നെയുള്ള ഒരു വലിയ ഹോട്ടൽ, ആ ഹോട്ടലിന്റെ മുറ്റത്ത് നിർത്തിയാണ് ഇവർ ഈ മദ്യമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇത്ര വഴിവിട്ട രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു സാറ് പറഞ്ഞ പോലെ വഴിവക്കിൽ നിന്നൊരു സിഗരറ്റ് വലിച്ചാൽ തന്നെ കുറ്റമായി അവനെ കൊടും ക്രിമിനലിനെ കൊണ്ടുപോവുക. ഈ കഴിഞ്ഞ ദിവസം ഒരു ഡ്രൈവറെ ചപ്പാക്കുറ്റി അടിക്കുന്ന ഒരു രംഗം കണ്ടു. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് വേണ്ടപ്പെട്ടവർ, വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തുമാകാം എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ. ഇതൊന്നും ഇവിടെ ജനം കാണേണ്ടതല്ലേ? ജനം കാണുന്നില്ല. 2 കാരണങ്ങളാൽ കാണും. ഒരു കാര്യം ഉറപ്പാണ്, സാർ പറഞ്ഞ പോലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതൊക്കെ കണ്ണടയ്ക്കുന്നു. ജസ്റ്റ് 1 മണിക്കൂർ ചർച്ച, 1 മണിക്കൂർ ചർച്ച കൊണ്ട് തീരും. എത്ര വലിയ ആവേശം കാണിക്കുന്നവന് ആരാ ചർച്ച ചെയ്യുന്നത്? ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എന്താണ് സാറിന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്, ഞാൻ ആദ്യത്തെ തുടങ്ങിയത് തന്നെ അവസാനിപ്പിക്കാം. ഇത്തരം വാർത്തകൾ, ഇനി വരാനിരിക്കുന്ന ഇത്തരം വാർത്തകളിൽ നമ്മൾ അത്ഭുതം കാണണ്ട. എതിർക്കുന്നവനും എതിർക്കേണ്ടവനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട് ഇയാൾ. പോലീസിനെ പോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കന്യാസ്ത്രീകളുടെ ഒരു വിഷയം കിട്ടിയാൽ അതിൻ്റെ പുറകെ പൊക്കുള്ളവർ അതിനുവേണ്ടി എത്ര മണിക്കൂർ വേണം ചിലവാക്കും. ആ ചർച്ച തുടരും. അതിനേക്കാൾ സാമൂഹികമായ അപകടകരമായ ഒരു ജോലിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്, അല്ലേ? കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. മതപരിവർത്തനത്തേക്കാൾ കുറ്റകരമായ ജോലിയാണ് മദ്യം പരസ്യമായിട്ട് ജയിൽ പുള്ളികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ നിയമവ്യവസ്ഥയും ലംഘിക്കുന്ന പണിയായി ഇത്. അതിനേക്കാൾ കുറ്റകരമല്ലേ ഇത്? ഇതെല്ലാവരെയും ബാധിക്കും, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും എല്ലാം ബാധിക്കും, ഇതില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നാളെ കോളേജ് പിള്ളേർ മദ്യപിച്ചാൽ മിണ്ടാൻ പറ്റുമോ? ആ ഹോട്ടലിൽ ചെന്ന് കുറേ കോളേജ് പിള്ളേർ ചോദിക്കുക ഞങ്ങൾക്ക് കുടിക്കണം എന്ന് പറഞ്ഞാൽ ഹോട്ടലുകാർ എന്നാ പറയും? പറ്റുമോ ഇല്ലയോ? ആ രീതിയിലേക്ക് സമൂഹത്തെ മൊത്തം കൊണ്ടുപോവാണ്. അധികാരത്തിൽ ഇരിക്കുന്നവരറിയാതെ ഇത്തരം റിയാസ് പറഞ്ഞിട്ടുണ്ട് മദ്യം പ്രോത്സാഹിപ്പിക്കണം, കാരണം ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്, എന്നാൽ അവരിങ്ങോട്ട് വരുവുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും സ്വാതന്ത്ര്യം കുടിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യം വരെ ഉണ്ടോ? ലോകത്ത് കാണിയില്ല. ജയിൽ പുള്ളികൾക്ക് മദ്യം പോലീസ് കൊണ്ട് കൊടുക്കുക, അച്ചാറൊക്കെ വേണേൽ തൊട്ട് കൊടുക്കും. അത്രയ്ക്ക് മാത്രം വിധേയത്വമാണ്. അല്ലെങ്കിൽ ഈ രവതാ ചന്ദ്രശേഖർ ആദ്യം ഒരു വാചകം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഗുണ്ടകൾ പോലീസിൻ്റെ പണി ചെയ്താൽ പോലീസ്
ഗുണ്ടയാകും. അതെ. മറിച്ച് ഗുണ്ടകളും പോലീസും കൂടെ ഒരുമിച്ച് ഗുണ്ടയായ ലക്ഷണമാണ് ഇവിടെ. ഗുണ്ടകളായും പോലീസും ഗുണ്ടകളായിട്ട് തുടരുന്നു. ഇനി വരുന്ന 8 മാസം ഇനി എന്തെല്ലാം നമ്മൾ കാണാൻ കാത്തിരുന്നാണ്.